പാഠം 932. കണക്കുകൾ പിഴയ്ക്കുമ്പോൾ. ഓ, മണി എത്രയാണെന്ന് നിനക്കറിയാമോ? അത് ചോദിക്കാനാണോ മോഹന്റെ നേരെ അടുക്കളോട്ട് പോകുന്നത്? അപ്പുറത്ത് ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് മോഹനേട്ടൻ വാച്ചിരിക്കല്ലേ? നീ എന്താ ആളെ കളിയാക്കണം? മണി 8:50 കഴിഞ്ഞു. അതിനെന്താണ്? ഇന്നലെ രാത്രി ഡെപ്യൂട്ടി തഹസിൽദാർ എന്നെ വിളിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് 9:45 ആകുമ്പോഴേക്കും മോഹനേട്ടനോട് വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ പറഞ്ഞു. അതെ. എന്നിട്ടാണോ 8:50 കഴിഞ്ഞിട്ടും ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ ഉഴപ്പിക്കൊണ്ട് നിൽക്കുന്നത്? ഏത് ജോലിയാ മോഹനേട്ടൻ ഇപ്പൊ ഇവിടെ തീരാത്തത്? മോഹനേട്ടൻ രാവിലെ കുളിച്ചത് ചൂടുവെള്ളത്തിലല്ലേ? അതെ. ആരാണ് വെള്ളം ചൂടാക്കി തന്നത്? ഈ ഷർട്ടും മുണ്ടും ഞാൻ തേച്ചു വെച്ചതല്ലേ? അതെ. അപ്പൊ അതെ, ഇതും ഞാൻ തേച്ചു വെച്ചതാണ്. മോഹനേട്ടന് ഇപ്പൊ കഴിക്കാനുള്ളത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും. മോഹനേട്ടൻ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഇനി മോഹനേട്ടൻ വേണ്ടത്? സമയം നോക്കട്ടെ. മണി 8:50. ഭക്ഷണം റെഡിയാകുമ്പോ 9 മണിയാവും. മോഹനേട്ടൻ അത് കഴിക്കാൻ പരമാവധി വേണ്ട സമയം 15 മിനിറ്റ്. അതായത് 9:15 മോഹനേട്ടന് ഇവിടുന്ന് ഇറങ്ങാം. 9:15 മോഹനേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 9:35 വില്ലേജ് ഓഫീസിലെത്തും. പറഞ്ഞതിനെക്കാട്ടിലും 13 മിനിറ്റ് നേരത്തെ. അത്രയും പോരെ? പക്ഷെ പറയുന്ന നടക്കണം. ഞാൻ ഓഫീസിൽ താൻ 5 മിനിറ്റ് എങ്ങാനും വൈകിയാൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാമോ? എന്തുണ്ടാവാൻ? വില്ലേജ് ഓഫീസർ വരാൻ വൈകിയതുകൊണ്ട് വില്ലേജ് ഓഫീസ് അവിടുന്ന് ഓടിക്കളയാനൊന്നും പോകുന്നില്ലല്ലോ. ഉണ്ടാ? വേറെ ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ തർക്കിക്കാൻ പറ്റില്ല എന്റെ മോനട്ടാ. നിനക്കെന്താ വില്ലേജ് ഓഫീസിനെ പറ്റി പറയുമ്പോ ഒരു പുച്ഛം? അയ്യോ, എനിക്ക് ഒരു പുച്ഛവും ഇല്ലേ. പക്ഷെ ഇങ്ങനെ വാച്ചിലെ സെക്കൻഡ് സൂചി നോക്കി നടത്താൻ തക്കവണ്ണമുള്ള ഒരു കാര്യവും വില്ലേജ് ഓഫീസിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയുകയും ചെയ്യാം. ഇന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസൻ സാർ വില്ലേജ് ഓഫീസിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന് നിനക്കറിയാമോ? ഏതൊരു ഭൂമി ഏറ്റെടുക്കലിന്റെ കാര്യം ചർച്ച ചെയ്യേ. ഏതോ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യമല്ല, റോഡിന് വീതി കൂട്ടാനുള്ള ഭൂമി ഏറ്റെടുക്കാനായി. ഇവിടത്തേതടക്കം 4 വില്ലേജുകളുടെ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അതിന് ആകെ മതിപ്പ് വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് 9 കോടി രൂപയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ 9:45 വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ഹരിദാസ സാറ് അവിടുത്തെ ചർച്ചയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് കൃത്യം 1 മണിക്കൂറാണ്. അതായത് 10:45 ഹരിദാസ് സാറ് അടുത്ത വില്ലേജ് ഓഫീസിൽ പോണം. അങ്ങോട്ടുള്ള യാത്രാ സമയവും അവിടുത്തെ ചർച്ചയ്ക്കുള്ള സമയമായ 1 മണിക്കൂറും ഉച്ചഭക്ഷണവും കഴിഞ്ഞ് 1:45 അടുത്ത വില്ലേജ് ഓഫീസിലെത്തും. അങ്ങനെ ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോ 4 വില്ലേജിലെയും കാര്യങ്ങൾ തീർത്തിരിക്കും. നാളെ രാവിലെ കളക്ടറുടെ യോഗത്തിൽ ചർച്ചയ്ക്ക് തീരുമാനമെടുക്കുന്നു, അംഗീകാരം വാങ്ങും. ഇന്ന് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലാൻ 5 മിനിറ്റ് വൈകി എന്ന് കരുതുക. അതിനർത്ഥം ചർച്ച തീരുമ്പോൾ 5 മിനിറ്റ് വൈകുമെന്ന്. അങ്ങനെ വൈകിയാൽ 5 മണി കഴിയുമ്പോ ഹരിദാസ് സാറിന്റെ ജോലി തീരില്ല. അതിനർത്ഥം കളക്ടർ നാളെ വിളിച്ച യോഗത്തിൽ റിപ്പോർട്ട് നൽകാൻ പറ്റില്ല. അടുത്ത ആഴ്ചത്തെ യോഗത്തിലേക്ക് തീരുമാനം മാറ്റിവെക്കേണ്ടി വരും. അതായത് ഭൂമി ഏറ്റെടുക്കൽ ഒരാഴ്ച വൈകും. ഒരാഴ്ച ഭൂമി ഏറ്റെടുക്കൽ വൈകിയാൽ റോഡ് പണിയും ഒരാഴ്ച വൈകും. ചുരുക്കത്തിൽ ഞാൻ ഇന്ന് 5 മിനിറ്റ് വൈകിയാൽ നമ്മുടെ നാട്ടിലെ റോഡ് പണി ഒരാഴ്ച വൈകും എന്നർത്ഥം. എന്റെ മോഹനേട്ടാ, കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ നിർമ്മിക്കുന്ന റോഡ് പണി ഒരാഴ്ച വൈകിയാൽ എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? അത് മാത്രമോ, പഴയ റോഡിലൂടെ ഒരാഴ്ച കൂടി വാഹനങ്ങൾ ഓടുന്നത് കൊണ്ട് വാഹനങ്ങളുടെ ഉടമകൾക്കുണ്ടാകുന്ന നഷ്ടമോ ലക്ഷങ്ങൾ വരും. എന്റെ ഈശ്വരാ, ചുരുക്കി പറഞ്ഞ ഇന്ന് 9:45 മോഹനേട്ടൻ വില്ലേജ് ഓഫീസിൽ ചെന്നില്ല എങ്കിൽ നാട് കടക്കണിയിൽ വീഴാൻ സാധ്യതയുണ്ടല്ലേ. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗങ്ങൾ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ
ഓരോ മിനിറ്റിനും അത്രയധികം വിലയുണ്ട് എന്ന സത്യം നീയും മനസ്സിലാക്കണം. നിന്നെ പോലെ തോന്നും പോലെ ആഫീസിൽ കയറി ചെന്ന് സർക്കാർ നഷ്ടമുണ്ടാക്കാൻ കെ മോഹനൻ സാർ തയ്യാറല്ല. അതാണ്. അല്ല മോനേട്ടാ, ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന വഴി ആ കാറിന്റെ ടയർ ഒന്ന് പഞ്ചറായി എന്നിരിക്കട്ടെ. അപ്പൊ എന്തായാലും വിളിക്കാരം വൈകില്ലേ? അപ്പോഴും സർക്കാരിന് ഈ കോടികൾ നഷ്ടപ്പെടുവല്ലേ? എന്തായാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സമ്മതിക്കുന്നുണ്ടോ? ഇവരൊക്കെ ഇത്ര വലിയ ആളുകളാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മോനോട്ടാ മനസ്സിലായത്. ഉത്തമ വിളിക്കാനുണ്ട്. ദേ, സംസാരിച്ചെന്ന് ഒരുപാട് സമയം കളയരുത്. ഉത്തമനൊരു സാധാരണ ബ്രോക്കറാ, സമയത്തിനൊന്നും ഒരു വിലയില്ലാത്ത ആള്. പക്ഷേ സെക്കൻഡിന് ലക്ഷങ്ങൾ വിലയുള്ള ആളാണ് മോഹനേട്ടൻ എന്ന് മോഹനേട്ടൻ ഓർമ്മ ഉണ്ടാവണം. ഇതിനുള്ള മറുപടി ഞാൻ പറയാം പോയിട്ട് വന്നിട്ട്. ശരി. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഭാസ്കര ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഇന്ന് ചെല്ലാന്ന് സാർ പറഞ്ഞിരുന്നു. ഭാസ്കര ചേട്ടൻ അവിടെ കാത്തിരിക്കുകയാണ്. സാറേ, ഭാസ്കര ചേട്ടന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന്. എന്താ സാറേ? ഭാസ്കർ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഇന്ന് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ള സത്യം. പക്ഷേ ഇന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. കൃത്യം 9:45 ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസൻ സാർ വില്ലേജ് ഓഫീസിലേക്ക് വരും. അതിനു മുൻപ് ഞാൻ അവിടെ എത്തിയേ പറ്റൂ. അയ്യോ, സാറൊന്ന് വരുമെന്ന് പറഞ്ഞോണ്ടേ ഭാസ്കര ചേട്ടൻ സഹായത്തിനായി രണ്ടുപേരെ വിളിച്ചിട്ടുമുണ്ട്. അവരും ഇപ്പൊ വന്നു സാറേ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉത്തമ. ഭാസ്കരൻ ചേട്ടനോട് സ്ഥലം അളക്കാൻ വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഡെപ്യൂട്ടി തഹസിൽദാർ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നേരത്തെ എന്നല്ലേ പറ്റൂ. അയ്യോ, ഇനിയിപ്പോ ഭാസ്കര ചേട്ടൻ ഞാൻ എന്തോന്ന് പറയും? സാർ ഒരു കാര്യം ചെയ്താലേ, പിന്നെ ഇപ്പൊ മണിയത്തരായി, ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭാസ്കര ചേട്ടന്റെ വീട്ടിലോട്ട് പോവാം. എന്റെ സ്കൂട്ടറിൽ പോയാൽ 3 മിനിറ്റ് മതി. അവിടെ നിന്ന് പെട്ടെന്ന് അളന്ന് തീർത്ത് കഴിഞ്ഞാൽ 9:45 വില്ലേജ് എത്താം. ഞാൻ സാറിനെ കൊണ്ടുവന്ന് ഇവിടെയും ചെയ്യാം. 3 കാര്യങ്ങളുണ്ട്. 1, ഉത്തമന്റെ സ്കൂട്ടറിന്റെ പുറകിൽ കയറേണ്ട കാര്യം കെ മോഹനൻ സാറിനില്ല. 2, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എന്റെ മേലധികാരികളെയാണ് അനുസരിക്കേണ്ടത്, ഭാസ്കരൻ ചേട്ടനെ അല്ല. 3, ഭാസ്കരൻ ചേട്ടന്റെ ഭൂമി ഇന്ന് അളന്നില്ലെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ നഷ്ടം ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അല്ല സാറേ, സഹായത്തിന് രണ്ടുപേരെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും സാറേ. എത്ര കൊടുക്കേണ്ടി വരും? ഒരാൾക്ക് 100 രൂപ വെച്ച് 2 പേർക്ക് 200 രൂപ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതേസമയം ഞാൻ വില്ലേജ് ഓഫീസിലെത്താൻ താമസിച്ചാലോ കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ റോഡ് വികസനം നടത്തുന്നതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച നടത്താനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ വരുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ 5 മിനിറ്റ് വൈകിയാൽ എന്തുമാത്രം രൂപ നഷ്ടമാണ് ഉണ്ടാകുന്നത് അറിയാമോ? നഷ്ടോ? അതെങ്ങനെ സാറേ? 9:45 ചർച്ച ചെയ്താലും 10 മണിക്ക് ചർച്ച ചെയ്താലും ഏറ്റെടുക്കേണ്ട ഭൂമി ഒന്ന് തന്നെയല്ലേ? അപ്പൊ ആ ഭൂമിക്ക് ഒരേ വിലയല്ലേ? പിന്നെന്താ ഇപ്പൊ പറഞ്ഞത് ഉത്തമന്റെ വിവരക്കേട്. സമയത്തിന്റെ വിലയെ പറ്റി വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് ഉത്തമൻ ഇങ്ങനെ വളുവളാ പറഞ്ഞത്. ഭാസ്കർ ചേട്ടന്റെ ഭൂമി നാളെ അളക്കാൻ പറ്റൂ. മാറിക്കങ്ങോട്ട്. സാറാ പറഞ്ഞ കണക്ക് എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കും ആദ്യം മനസ്സിലായില്ലായിരുന്നു ഉത്തമ. പക്ഷേ മോഹനേട്ടൻ വളരെ വിശദമായിട്ട് എനിക്കിത് പറഞ്ഞു തന്നപ്പോ എനിക്കെല്ലാം മനസ്സിലായി. ഊഹിച്ച് കണക്കുണ്ടാക്കി മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു പുത്തൻ സമ്പ്രദായമാണ് അത്. എന്താണത്? അത് മനസ്സിലാക്കാൻ ഉത്തമം പോരാ. ഇനി ഉത്തമനോടൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടത്തെ കുറിച്ച് മോഹനേട്ടൻ പറഞ്ഞോളെ. ഒടുവിൽ ഉത്തമന പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ സംസാരിച്ച എന്തൊന്നും നഷ്ടം. കണക്ക് പഠിക്കേണ്ട പ്രായത്തിൽ കണക്ക് പഠിക്കണം. അല്ലാതെ ഈ ഗോലി കളിച്ച് മീൻ പിടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഉത്തമം പൊയ്ക്കോ. വന്ന് വക്കീല് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായി. മോനൊരു സാറാ പറഞ്ഞ കണക്ക് എന്തായിരിക്കും? കഴിക്കാൻ എടുക്കട്ടെ. നീയല്ലേ പറഞ്ഞത് കൃത്യം 9 മണിയാകുമ്പോൾ ഭക്ഷണം എടുക്കാമെന്ന്? ഇപ്പോൾ 9:05.
5 മിനിറ്റ് ഇപ്പോഴേ വൈകി. ഹലോ, അതെന്റെ കുഴപ്പം കൊണ്ടല്ല. ഉം? ഒരാവശ്യമില്ലാതെ കണക്ക് പറഞ്ഞ കളഞ്ഞ സമയമല്ലേ അത്. അതെ, വില്ലേജ് ഓഫീസിലെ ഓരോ മിനിറ്റിന്റെ കണക്ക് പറയുമ്പോൾ ഓർക്കണമായിരുന്നു വീട്ടിലെ മിനിറ്റിനും വിലയുണ്ടെന്ന്. ഭാസ്കരൻ ചേട്ടന്റെ സ്ഥലവിളക്കാൻ വരാൻ ഇന്ന് എനിക്ക് സമയമില്ല, നാളെ വരാം എന്ന ഒറ്റ വാചകത്തിൽ തീരേണ്ട കാര്യമാണ് മോഹനേട്ടൻ വിസ്തരിച്ച് പറഞ്ഞ് 3 മിനിറ്റ് കളഞ്ഞത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ആ 3 ഇത്. ദാ, ഇതെന്താ? മാധവന് കുട്ടിയുടെ കടയിൽ പൈസ കൊടുക്കേണ്ടത് ഇന്നാണ്. നീ കോടതിയിൽ പോകുമ്പോൾ ഇതങ്ങ് കൊടുത്താൽ മതി. എന്നും മോഹനേട്ടല്ലേ കണക്ക് തീർക്കുന്നത്? അതെ, പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പോകുന്ന വഴിയിൽ മാധവൻ കുട്ടിയുടെ കടയിൽ കയറി കണക്കുകൾ നോക്കി നിന്നാൽ ഞാൻ പിന്നെയും വൈകും. ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസൻ സാറ് 9:45 അവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ ഇല്ല എങ്കിലുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പറയല്ലേ മോഹനേട്ടാ. പറഞ്ഞു കണക്ക് ലക്ഷങ്ങളും കോടികളും ഒക്കെ ആവും. അത്രയും വലിയ കണക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവും. അതുകൊണ്ടാ മോഹനേട്ടൻ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. അതെ, ഇഡ്ലിയുടെയും സാമ്പാറിന്റെയും കൂടെ കുടിക്കാൻ ചായ വേണോ? എന്നും ചായ തരുന്നതാണല്ലോ, പിന്നെന്താ ഇങ്ങനൊരു ചോദ്യം? അല്ല, ചായക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. ചൂടുള്ള ചായ കുടിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 4 മിനിറ്റെങ്കിലും വേണം. ആ 4 മിനിറ്റ് ചെലവാകുന്നതിനിടയിൽ സർക്കാരിന് നഷ്ടമാകാൻ പോകുന്നത് എത്ര കോടിയാണെന്ന് മോണിറ്റർ മാത്രമല്ലേ അറിയുള്ളൂ. വിവരമുള്ളവർ ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ട് പഠിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. പക്ഷേ നിന്നെ പോലുള്ള വിവരദോഷികളോട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും. ഇതുകൊണ്ടാണ് നീ ഒരു കേസും ഇല്ലാതെ സാധാ വക്കീലായി ഇവിടെ ജീവിക്കുന്നത്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ സമയനിഷ്ഠ വേണം. ഭർത്താവിനെ ബഹുമാനിക്കണം. ഒരു കാര്യം പറഞ്ഞു തരുമ്പോ പഠിക്കാൻ ശ്രമിക്കണം. ശരി, എങ്കിൽ പിന്നെ അത് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കഴിക്കാനെടുക്കട്ടെ. അതിന് പറഞ്ഞോ? മണി 9:08. നമസ്കാരം സാർ. സാറിനെ ഒന്ന് കാണാൻ വരികയായിരുന്നു. സപ്ലൈ ഓഫീസിൽ കൊടുക്കാനുള്ള അപേക്ഷയാ. ഇതൊന്ന് പൂരിപ്പിക്കാൻ പറ്റിയ ഒരാളെ നോക്കിയിട്ട് കിട്ടാനില്ല. സാർ ഒന്ന് സഹായിക്കണം. സഹായിക്കാം, പക്ഷേ ഇന്ന് എനിക്ക് തീരെ സമയമില്ല. നാളെ ആവട്ടെ. അങ്ങനെ പറയല്ലേ സാർ. ഇന്ന് രാവിലെ ഇത് സപ്ലൈ ഓഫീസിൽ കൊടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ കശുകുട്ടി, ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് സാർ വരുമ്പോ ഞാൻ ഓഫീസിലില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്ന അറിയാമോ? ഇല്ല. കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് റോഡിന് വീതി കൂട്ടൽ പദ്ധതി. അതിന്റെ ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താണ് എന്ന് കേശവകുട്ടിക്ക് അറിയാമോ? ഇല്ല. അതിന്റെ കണക്ക് ഞാൻ കൃത്യമായി കേശവകുട്ടിക്ക് പറഞ്ഞുതരാം. അതായത് ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് സാറ് ഇന്ന് ഓഫീസിലെത്തുന്നത് കൃത്യം 9:45. 9:45 മുതൽ 1 മണിക്കൂർ വരെ ചർച്ച. അത് കഴിഞ്ഞ് ഹരിദാസ് സാർ അടുത്ത വില്ലേജ് ഓഫീസിലേക്ക്. സാധാരണ വില്ലേജ് ഓഫീസുകളിലെല്ലാം 11 മണി കഴിഞ്ഞിട്ട് ജോലിക്കാരെല്ലാരും എത്തുള്ളൂ. വൈകിട്ട് 3 മണിയാകുമ്പോൾ എല്ലാവരും പോവുകയും ചെയ്യും. ഇവിടെ മോനേഷ് സാറിന്റെ മുടിഞ്ഞ ചിട്ട കാരണം 9:50 വരണം. അതും പോരാഞ്ഞ് ഇന്നിപ്പം അതിന് നേരത്തെയായി. നമ്മൾ മോനേഷ് സാറിന്റെ താളത്തിനൊത്ത് തുള്ളാൻ നിന്ന് കൊടുക്കുന്നതാ പ്രശ്നം. ഒരു ദിവസം നേരത്തെ വരണമെന്ന് സാറ് പറയുമ്പോ പറ്റില്ലെന്ന് നമ്മൾ പറയണം. എങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം മോനേഷ് സാറ് തഹസിൽദാരെ വിളിച്ച് കാര്യം പറയും. അതോടെ നമ്മുടെ കാര്യം അതോ ഗതി. മോനേഷ സാറിനോട് ഉടക്കാൻ പോകാതിരിക്കുന്നതാ ബുദ്ധി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്ന് 1 മിനിറ്റ് വൈകിയാൽ പോലും സർക്കാരിനുണ്ടാകാൻ പോകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ലക്ഷങ്ങളുടെ നഷ്ടം. എല്ലാം മനസ്സിലായ കേശവകുട്ടിക്ക്? എങ്കിൽ പിന്നെ ഞാനിത് വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിപ്പിച്ചോ. സാറ് പൊയ്ക്കോ. സമയം 9:40 കഴിഞ്ഞു. അയ്യോ, 9:40. ഇനി ഞാൻ അങ്ങനെ സമയത്ത് ഓഫീസിലെത്തും. നഷ്ടമായി പോയല്ലോ. സാർ, ഹലോ, അതെ, ശിശുപാലനാണ് സാർ. മോനേഷ് സാർ എത്തിയിട്ടില്ല. ഞാൻ കാഞ്ചന സാറിനെ കൊടുക്കാം. കാഞ്ചന സാറേ, ഹരിദാസൻ സാറ്.
ഹലോ സർ. മണി 9:50 കഴിഞ്ഞു. മോനേഷ് സാർ ഇത് എവിടെ പോയി? നമ്മളോടൊക്കെ നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട് സാറിന്റെ സൗകര്യത്തിനാണോ വരുന്നത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭേ. ആഫീസർമാർക്ക് എന്തു പിന്നെ? ആകാലോ. നമ്മൾ അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ? നമസ്കാരം സർ. ഹരിദാസ് സാറോടെ സാറെന്താ ഓടിയാണോ വന്നത്? വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, അതാ താമസം. ഹരിദാസ് സാറോടെ ഹരിദാസ് സാർ വന്നില്ല. വന്നില്ലേ? മണി 9:50 കഴിഞ്ഞല്ലോ. ഹരിദാസ് സാറ് കുറച്ചു മുമ്പേ ഫോൺ ചെയ്തിരുന്നു, ഇന്ന് വരില്ല എന്ന്. വരില്ലേ? ഇല്ല സർ, ഹരിദാസ് സാറിന്റെ അമ്മാവന് വയറുവേദനയായോണ്ട് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. സാറ് അമ്മാവനെ കാണാൻ പോവാണ്, നാളെയോ മറ്റന്നാളോ സമയം പോലെ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? എന്ത് ന്യായം? റോഡിന് വീതി കൂട്ടാനുള്ള ഭൂമി ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാതെ അമ്മാവന് വയറുവേദന തലവേദന പറഞ്ഞ് പോകുന്നത് എന്ത് മര്യാദയാ? എന്റെ പൊന്നു സാറേ, ഞാൻ പറയുന്നുണ്ട്, സാർ ഒന്നും വിചാരിക്കരുത്. അവനവന്റെ കാര്യമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള നേരത്തെ ആഫീസിൽ എത്തുന്നവരാ നമ്മുടെ സാറന്മാരെല്ലാം. സാറിന് ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടോളൂ. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അല്ല സാർ. വെറുതെ നമ്മളെ മെനക്കെടുത്തിച്ച് സാറും മെനക്കെട്ടു. വല്ല കാര്യമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. മാധവൻകുട്ടിയുടെ പൈസ കിട്ടിയല്ലോ അല്ലേ? ഇല്ല സാർ, കിട്ടിയിട്ടില്ല. ഇന്ന് തരാമെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. കഷ്ടമായി പോയി സാർ. പറഞ്ഞത് സാറായതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. സാറ് വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. പക്ഷേ ഇന്ന് സാറിന്റെ വാക്ക് തെറ്റി. എന്തൊരു ബഹളം എന്റെ മോനോട് ഇത്. പതുക്കെ വിളിച്ചാലേ എനിക്ക് ചെവി കേൾക്കും. ചെവി കേൾക്കുമായിരുന്നെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലാകുമായിരുന്നു. നീ ഒരാൾ കാരണം ഞാൻ നാണം കിട്ടും. എന്താണ് പ്രശ്നം? മാധവൻകുട്ടിയുടെ പൈസ കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ട്? അതെ മോഹനേട്ടാ, ഒന്നും പറയണ്ട. കഴിഞ്ഞ 5-6 വർഷമായി മാധവൻകുട്ടിയുടെ കടയിൽ നിന്നാണ് ഈ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നത്. എല്ലാ മാസത്തെയും അവസാനത്തെ ദിവസം കൃത്യമായി കണക്ക് തീർത്ത് പൈസ കൊടുത്തിട്ടുമുണ്ട്. മോഹനകൃഷ്ണൻ സാർ തരാനുള്ള പൈസ ബാങ്കിലിട്ട പൈസ പോലെയാണ് എന്ന് മാധവൻകുട്ടി ആരോടൊക്കെ പറയുന്നറിയാമോ? അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്നെ. ആ മാധവൻകുട്ടിയാണ് ഇന്ന് എന്നെ വഴിയിൽ കണ്ട് പൈസ ചോദിച്ചത്. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാവിലെ മോഹനട്ടൻ പോയതിന്റെ തൊട്ടു പിന്നാലെ സദാനന്ദൻ സാറ് വിളിച്ച് അത്യാവശ്യമായിട്ട് വക്കീൽ ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഒരു പുതിയ കേസിന്റെ കാര്യമാണ്. കക്ഷി കൃത്യം 10:30 എത്തും, അതിനു മുന്നേ എത്തണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജോലിയെല്ലാം തീർത്ത് ഞാൻ ഇറങ്ങിയപ്പോ 10:10. പിന്നെ മാധവൻകുട്ടിയുടെ കടയിൽ കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സമയം പോവൂലേ? അപ്പൊ പിന്നെ ഈ 10:30 ഞാൻ എങ്ങനെ എത്തുക? ഒരു 5 മിനിറ്റ് വൈകിയ ആകാശം കയറി താഴെ വിടൂ. ആകാശം എവിടെ വീഴുക ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോട്ടെ നമുക്ക് വെക്കായിരുന്നു. ഇതിനെക്കാട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു മോനോട്ടാ. സദാനന്ദ സാറ് പറഞ്ഞ കക്ഷി ഒരു ചെറിയ ആളായിരുന്നില്ല. കോൺട്രാക്ടർ ബാഹുലയൻ സാർ. കൃത്യം 10:30 വക്കീൽ ഓഫീസിൽ വന്ന് എന്നോട് 40 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം ബാഹുലയൻ സാറിന് 11:10 ഇറങ്ങണം എന്ന് പറഞ്ഞു. 11:30 PWDയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ബാഹുലയൻ സാറിന് സംസാരിക്കാനുണ്ടായിരുന്നു.
11:30 എഞ്ചിനീയറെ കണ്ട് സംസാരിച്ചില്ല എങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് മാറി കിട്ടാൻ താമസമുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ ബാഹുലേന് സാറിന് നഷ്ടമാകാൻ പോകുന്നത് ലക്ഷങ്ങളാണ് എന്ന് കേട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മോഹനേട്ടാ? വേണമെങ്കിൽ ആ കേസ് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ ഈ കേസിൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം 50,000 രൂപയാണ്. അത് മാത്രമല്ല, ഈ കേസ് വാദിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ ബാഹുലേന് സാറിന്റെ മറ്റു കേസുകളും എനിക്ക് കിട്ടും. അങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ തന്നെ അത് ലക്ഷക്കണക്കിന് രൂപയായി. പിന്നെ ബാഹുലേന് സാറിന്റെ കേസ് വാദിക്കുന്ന വക്കീൽ എന്നുള്ള പേരുണ്ടായിട്ടുണ്ടെങ്കിൽ വേറെയും വലിയ വലിയ കേസുകൾ വരും. എല്ലാം കൂടെ നോക്കിയപ്പോ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചുറ്റുപാടായിരുന്നു. 5 മിനിറ്റ് വൈകിച്ചെന്ന് എനിക്കതൊക്കെ കളയാൻ പറ്റുമോ മോനേട്ടാ? ഇന്നാ എനിക്ക് മനസ്സിലായത് ഓരോ വക്കീലിന്റെ ഓരോ മിനിറ്റിനും എത്ര വിലയുണ്ടെന്ന്. പിന്നെ മോഹനേട്ടൻ രാവിലെ എന്നോട് പറഞ്ഞില്ലേ, തൊഴിലിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠയും ഭർത്താവിനോടുള്ള ബഹുമാനവും ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കാൻ കൂടെ വേണമെന്ന്. മോഹനേട്ടൻ രാവിലെ പറഞ്ഞതെല്ലാം ഞാൻ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കിയതാ മോഹനേട്ടാ. അതെ, ഇനി ഈ ദേഷ്യം ഒന്ന് കള. ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് സാറിനോടുള്ള ദേഷ്യം എന്നോട് തീർത്തിട്ട് എന്താ കാര്യം? ഒക്കെ ഞാൻ അറിഞ്ഞു. ശിശുപാലൻ ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സമയനിഷ്ഠയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ നാട് വന്നത് വളരെ കറക്റ്റാണ്. കൊറേ നാള് കഴിയുമ്പോ മോഹനേട്ടൻ ഡെപ്യൂട്ടി തഹസിൽദാരാവില്ലേ, അപ്പൊ നമുക്കെല്ലാം ശരിയാക്കളയാം. അതുവരെ ഒന്ന് ക്ഷമിക്കേ. കണക്ക് കൂട്ടുന്നത് നല്ലതാണെങ്കിലും ചില നേരത്ത് ചില ദോഷങ്ങൾ വന്നു പെട്ടേക്കാം. വില്ലേജ് ഓഫീസർ കൂട്ടിയ കണക്കുകൾ വക്കീലും കൂട്ടിയതോടെ ഉണ്ടായ പ്രതിസന്ധികൾ തൽക്കാലത്തേക്ക് തീർന്നതായി കരുതി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.